Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ കറിയാണ്. അതായത് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ എവിടെ പോയാലും നമുക്ക് അത് ഓർഡർ ചെയ്യാൻ വിഷമമില്ല, സന്തോഷത്തോടെ കഴിക്കുന്ന ഒരു കറിയാണ്. എന്നാന്നറിയോ, ഒരു എല്ലാവർക്കും മിക്കവർക്കും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ് ചെട്ടിനാട് വിഭവങ്ങൾ. അതിൽ കൊഞ്ചായാലും ശരി, ക്രാബ് ആയാലും ശരി, ഞണ്ടിൻ്റെ കറി ആയാലും ശരി, ചിക്കൻ ആയാലും ശരി, ഈവൻ ഒരു ഫിഷ് കറി വെച്ചാലും ചെട്ടിനാടിനോടുള്ള ഒരു ഇഷ്ടം ബേസിക്കലി സൗത്ത് ഇന്ത്യൻസിന് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി കൂടുതലുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള കാര്യമാണ്. എക്സ്പെക്ട് ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ പൊട്ടുകടല. ഇത് എപ്പോഴും നമ്മുടെ വീടുകളിൽ കാണുകയില്ല, അത് നല്ലപ്പോഴേ ഉള്ളൂ. പക്ഷെ അതിനായിട്ട് ഇച്ചിരി മേടിച്ചു, അതിനൊരു ഇച്ചിരി ടേസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് എന്നൊക്കെ വേണ്ടിയെന്നുള്ളത് ആദ്യം പറയാം. ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് പൊട്ടുകടലയാണ്, അതായത് മിക്സ്ചറിലൊക്കെ ഇടുന്ന സാധനമായത്. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് കുറച്ച് മല്ലിപ്പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാ. ഇതിന്റെ കൂട്ടത്തില് കുറച്ച് അരിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതിനകത്തും നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്താ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തില് കുറച്ച് കടുക്, 2-3 വറ്റൽ മുളക്, പിന്നെ ഓഫ്കോഴ്സ് കറിവേപ്പില വേണം. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി, ഒരു 1 കിലോ കോഴി ആന്നേലും ഒരു 1.5 ടീസ്പൂൺ. അതേപോലെ തന്നെ ഇഞ്ചിയും 1.5 ടീസ്പൂൺ. പിന്നെ പച്ചമുളക് ഒരു 3-4 എണ്ണം രണ്ടായിട്ട് കീറി വെച്ചേക്കുക. സവാള ഒരു വലുത് 2 അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് 3. തക്കാളി ഒരു മീഡിയം സൈസ് 2. ഇത് കുഞ്ഞായിട്ട് അരിയാം, അതല്ല എന്നുണ്ടെങ്കിൽ സ്ലൈസ് ചെയ്യാം, ഏതാന്ന് വെച്ചാൽ. പിന്നെ കുറച്ച് മല്ലിയില, ഇച്ചിരി തേങ്ങാപ്പീര. ഇത് ഫ്രഷ്ലി ആണ്, അല്ലാതെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതായത് നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന അതല്ല, ഫ്രഷ് എന്നായിട്ട് നമ്മൾ എടുത്തതാ. പിന്നെ ഇനി വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ചിക്കൻ ഞാൻ 1 കിലോളും ഒന്നല്ല, ഏകദേശം 1.5-2 അടുപ്പിച്ച് വരും ചിക്കനായിട്ട്. അത് ഈ ഒരു 30 പീസസ് ആയിട്ട് മുറിച്ചേക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നതെന്നാന്നറിയോ, ചെട്ടിനാട് മസാല. ഇത് നമ്മൾ എപ്പോഴും കുറിച്ച് വെക്കുവാന്നേല് ചെട്ടിനാടിന്റെ എന്തെങ്കിലും റെസിപ്പി, നമ്മൾ ചിക്കനോ ഫിഷോ, പക്ഷെ ഇത് ബേസിക്കലി ചിക്കൻ ഉള്ളതാ, പക്ഷെ എന്നാലും അവർക്കൊരു ചെട്ടിനാട് മസാല എന്ന് പറഞ്ഞൊരു മസാല ഉണ്ട്. അതിന് വേണ്ടിയ ചേരുവകളാ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് കുരുമുളക്, പിന്നെ ഏലക്ക, പെരുംജീരകം, കുറച്ച് ജീരകം, സാധാ നമ്മുടെ ജീരകം, പിന്നെ കുറച്ച് ഗ്രാമ്പു, ഇത് മല്ലി, പച്ചമല്ലിയ, പട്ടയുടെ ഇല, പട്ട, ഇത് ജാവിത്രി, പിന്നെ തക്കോലം. ഇത്രയും സാധനവാ ചെട്ടിനാട് മസാലയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തില് കുറച്ച് വറ്റൽ മുളകും നമ്മുടെ എരിവ് അനുസരിച്ച് ചേർക്കണം. ഇതാണ് ചെട്ടിനാട് മസാല. അപ്പൊ ഇന്ന് വെക്കുന്ന ചിക്കൻ കറിയിൽ ഞാൻ ചെയ്തേക്കുന്നത് അതിന്റെ കംപ്ലീറ്റ് അളവാണ്. ഇതിപ്പോ ഞാൻ ഇങ്ങനെ ചെരിച്ച് കാണിക്കുവാന്നേൽ ഇതെല്ലാം ഒന്നായി പോകും. പക്ഷെ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്ന ചിക്കൻ കറിയിൽ ഞാൻ ചെയ്തേക്കുന്ന ഒരു 4 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 1.5 ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു 1.5-2 അടുപ്പിച്ചുള്ളൂ പെരുംജീരകം, പിന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക്, ഒരു 5-6 ഏലക്ക എടുത്തിട്ടുണ്ട്. ഈ ജാവിത്രിയുടെ ഒരു പൂവിന്റെ ഒരു 1/2 ഭാഗം മതിയാവും. പിന്നെ ഒരു തക്കോലം, ഒരു 2 കഷ്ണം പട്ട. ഇത് ഒരു ഇച്ചിരി എരിവ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തേ, ഒരു 9 വറ്റൽമുളക്, അത് കാശ്മീരിയ. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി എരിവും കിട്ടും, അതിൻ്റെ കൂടെ എരിവ് കിട്ടുകയില്ല, നിറം കിട്ടും, അതിൻ്റെ കൂടെ കൊഴുക്കുകയും ചെയ്യും കറി. പിന്നെ ഒരു പട്ടയുടെ ഇല. ഇതിനകത്ത് ഇടാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, ഗ്രാമ്പു. അതൊരു 2-3 ഗ്രാമ്പും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുക. ഇതിനെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വറക്കാതെയും വെക്കാം, അതല്ല ചിക്കൻ എന്താ പറയുക, പച്ചയ്ക്ക്, അതായത് പൊടികളൊക്കെ ചേർത്തേച്ചും വെക്കാം. പക്ഷെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് വറുത്തിട്ട് വെക്കുമ്പോൾ ഉണ്ടാവുന്ന കറി, ഒന്നാമത്തെ കാര്യം പൊടിഞ്ഞു പോവുകയല്ല, സെക്കൻഡ്ലി അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുകയല്ല. അതുകൊണ്ട് ഞാൻ ഇന്നൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടി തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ നമ്മുടെ പൊട്ടുകടലയില്ലേ, അതൊരു, എൻ്റെ ഇതെല്ലാം കൈക്കളവാ, ഇത്രയും വേണ്ടി ചിക്കന് പെരളാനും വേണ്ടി എന്തോരം വേണം അത് കണക്കാക്കി എന്നാലും ഞാൻ പറയാം, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വെച്ചു വേണ്ടേ.
ഇനിയിപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് മഞ്ഞപ്പൊടി ഒന്നും കൈവച്ചെടുക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാനൊരു സ്പൂൺ എടുക്കുക. അതൊരു 1/2 ടീസ്പൂൺ. ഓക്കെ. പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുക. അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. നമ്മുടെ ചിക്കൻ ഇത്രയും പെരളാനുള്ള പൊടി അതിനകത്തോട്ട് ചേർത്തോണം. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി, ഒരു ശകലം ഗരം മസാല. അരിപ്പൊടി ഇപ്പം ഇടണ്ട, നമ്മളിതൊന്ന് അരച്ച് ഇതിൻ്റെ കൂടെ ചേർത്തതിന് ശേഷം അരിപ്പൊടി ഇട്ടേച്ചാൽ മതി. അതല്ല അരിപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇനിയിപ്പോൾ അതൊരു കൺഫ്യൂഷൻ ആക്കി വേണ്ട. ഞാനൊരു 2 സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇതിനിപ്പോൾ തനിയെ ആദ്യം പൊടിക്കുന്ന എന്നതിനാണെന്നറിയാവോ? ആ പൊട്ടുകടലയൊന്ന് പൊടിഞ്ഞു വരാനായിട്ടാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടേച്ച് നമുക്ക് ആ മസാല ചിക്കനേലൊന്ന് തിരുമ്മി വെക്കാം. ഇനി ഒരു ഇച്ചിരി എന്നാ പറയുക വെള്ളവും കൂടെ അടുത്ത് വെച്ചേച്ച് വേണം. കാര്യം നമുക്ക് ആ ചിക്കനകത്തുള്ള ഈർപ്പം മതിയാവും ചോദിച്ചാൽ ചിലപ്പം മതിയാവും, ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ എന്നാ നേരം നമുക്കൊരു ഇച്ചിരി വേണ്ടേ. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം സൈഡിൽ വെക്കുക. കണ്ടോ, ആ ചിക്കനേലുള്ള ഈർപ്പം പോരാ എൻ്റെ മസാല പെരണ്ട് വരാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഒരു ശകലം വെള്ളം ഒഴിച്ചേച്ച് ചിക്കനിൽ പുരട്ടി വയ്ക്കാം. ഓക്കെ. ചിക്കനും മീനിലും ഒക്കെ എന്നതേലും മസാല പുരട്ടുവാണെങ്കിൽ ഒരു 10 മിനിറ്റ് അതങ്ങനെ ഇരിക്കുന്നത് ഒത്തിരി നല്ലതാണ്. കാര്യം മസാല ഒന്ന് ഇച്ചിരി ആ ചിക്കനേലൊന്ന് പിടിക്കും. അതുകൊണ്ട് അതവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. നമുക്ക് ഒരുപാട് സമയം അതിന് വേണ്ടി ഇല്ല, പക്ഷേ എന്നാലും കിട്ടുന്നുള്ള സമയം ആ ചിക്കനിൽ അത്രയും മസാല പിടിക്കുവാന്നേ നല്ലതല്ലേ. ഇനി ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വെച്ചിരിക്കുന്ന ഡ്രൈ സ്പൈസസ് ഇതെല്ലാം ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. ഹൈ ഫ്ലെയിം വേണ്ട, ചെറിയ ഫ്ലെയിമിലൊക്കെ ഇട്ട് നമ്മുടെ ചെറിയ അടുപ്പ് കാണുമല്ലേ അതിനകത്തോട്ടിട്ട് നമ്മളൊന്ന് വറുത്തെടുത്തേച്ചാൽ മതി. ഇതിൻ്റെ പരുവം എങ്ങനെയാന്ന് വെച്ചാൽ അറിയാം. ജീരകം മുരിയുമ്പോഴത്തേക്ക് ഒന്ന് പൊട്ടി തുടങ്ങും. മാത്രമല്ല വറ്റൽമുളക് ആന്നേലും ഒന്ന് നിറം മാറും, മല്ലിയൊക്കെ ആന്നേലും ഒരു ചെറിയ ബ്രൗൺ കളറാവും. ആ സമയം വരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. പുള്ളിക്കാരത്തി പറയുന്ന ഇതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിലെന്ന് പറയുന്ന ആ ഒരു മസാലയുടെ കുത്തൽ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ശരിക്കും ഇതിൻ്റെ മല്ലിയുടെയും പട്ടയും ഒക്കെ കൂടി കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു കുത്തൽ വരുന്നതെന്നാണ് പറയുന്നത്. ദൈവം അനുഗ്രഹിച്ച് ഞാൻ പുള്ളിക്കാരത്തി പറയുന്ന പോലെ 4 ടീസ്പൂണാണ് എടുത്തേ. ഇത്രയും ചിക്കൻ ഇത്രയും വേണം. ഇനിയിപ്പോൾ അഥവാ നമുക്ക് ആ ഒരു മസാലയുടെ ഒരു ഗ്രേവി അരച്ചൊക്കെ വരുമ്പോഴത്തേന് പോരാന്ന് തോന്നുവാണെന്നെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കാവുന്നതേ ഉള്ളൂ. ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്നാവാനേ ഉള്ളൂ. ഇതൊന്ന് മൂക്കാറാവുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ തേങ്ങ ചേർക്കണം. തേങ്ങ എന്ന് പറയുമ്പോൾ 4 ടേബിൾ സ്പൂണോളം. നമ്മുടെ ഈ അളവ് സ്പൂണാണ് എടുക്കുന്നതെങ്കിൽ 4, അതായത് അളവ് സ്പൂൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഇതേപോലത്തെ സ്പൂണില്ലേ ഇതിനൊരു 4 ടേബിൾ സ്പൂൺ ആണ് എടുക്കേണ്ടത്. ഇതല്ല നമ്മുടെ വീടുകളിൽ സാധാ വലിയ സ്പൂണാണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതി. ഇതിനാണെങ്കിൽ ഒരു 4 സ്പൂൺ എടുത്തോ. ഒരുപാട് നമ്മുടെ വറുത്തരച്ച് തീയൽ വറുത്ത് എടുക്കുന്ന പോലെ ഒന്നും തേങ്ങ മൂക്കണ്ട. ഒന്ന് അതിനൊരു വെള്ളമയവില്ലേ അതൊന്ന് പോയച്ചാൽ മതി. ഇനി നമുക്ക് എന്നാ ചോദിച്ചാൽ ഇത് ചീനച്ചട്ടി നല്ലോണം ചൂടായേ. ഇനി നമുക്ക് നമ്മുടെ മിക്സിയില്ലേ അത് നമ്മൾ കഴുകാൻ വെച്ചേക്കും. അതൊന്ന് കഴുകി എടുത്തേച്ച് ഇതിനെ ഒന്ന് പൊടിക്കണം. പൊടിക്കല്ല എന്നല്ല, ഈ നമ്മൾ തേങ്ങായും കൂടെ ചേർത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പൊ ഈ ചെറിയ ഫ്ലെയിമേൽ ഈ സാധനം ഒന്ന് മൂക്കുന്ന സമയം ഞാൻ ആ മിക്സിയും കൂടെ ഒന്ന് കഴുകട്ടെ. നമ്മുടെ മസാല എല്ലാം നല്ലോണം മൂത്ത് വരുന്നുണ്ട്, അതിൻ്റെ ഒരു മണം വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ തേങ്ങ ചേർക്കുന്നത്. വേണ്ട ഞാൻ ഈ അളവ് വെച്ച് പറയുവാണെങ്കിൽ എങ്ങനെയല്ലേ തേങ്ങയൊക്കെ ഇങ്ങനെ എടുക്കുന്നത് അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും കൈ അളവാ എൻ്റെ എളുപ്പം. 1 2 3 4 ഇത്ര മതി. എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല, തീയൽ പോലെ വറുത്തെടുക്കാനും പാടില്ല. ആ രീതിക്കാണ് എടുക്കണ്ടേ. ഓക്കെ, ഇത്ര മതി. ഇതൊക്കെ ഞാൻ പുള്ളിക്കാരത്തിയുടെ കൂടെ പോയി നിന്ന് പഠിച്ചതാ. ഞാൻ വിചാരിച്ചു ശരിക്കും നമ്മൾ വറുത്തരച്ച തീയലൊക്കെ വെക്കുന്ന പോലെ നല്ലോണം വറുത്തൊക്കെ എടുക്കേണ്ടി വരുമെന്ന്. പക്ഷെ അല്ല. ഇനി ഈ അരപ്പ് ഞാൻ വേണ്ടേ
നമ്മുടെ മിക്സിയിലോട്ട് ഇടുക. തേങ്ങ ഒക്കെ പെട്ടെന്ന് ഞാൻ എടുത്ത എന്നാന്ന് വെച്ചാൽ ഈ ചീനച്ചട്ടിക്കകത്തോട്ട് ഇച്ചിരി ചൂട് കൂടുതലാ, അതുകൊണ്ട് ഡ്രൈ ആവാൻ വലിയ സമയമൊന്നും വേണ്ടായിരുന്നു. അതുകൊണ്ടാ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇട്ട പുറകെ തന്നെ ആ തേങ്ങ അങ്ങ് എടുത്തന്നെ. അല്ല. ഓക്കെ, ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ മസാല ഒന്ന് പൊടിച്ചെടുക്കണം. ആദ്യം പൊടിച്ചെടുത്തേച്ചേ നമുക്ക് മസാല അരച്ചെടുക്കാൻ ഒക്കത്തുള്ളൂ. വറ്റൽമുളക്, മല്ലി ഇതെല്ലാം ഇരിക്കുമല്ലേ. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് നല്ല മഷി പോലെ അരയ്ക്കുവാന്നേ. ഓക്കെ, ഇത് നമ്മൾ നല്ല പേസ്റ്റ് പരുവായി. ഇതിനെന്നാ ഈ നിറമെന്ന് അറിയാവോ? നമ്മൾ ഇതിനകത്ത് മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല. വറ്റൽമുളകിന്റെ ഒരു മഞ്ഞപ്പൊടി ചേർത്ത് അരയ്ക്കുമ്പോഴേ എപ്പോഴും അതിന്റെ ഒരു നിറവ്യത്യാസം വരത്തുള്ളൂ. ഇനി ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് സമയമാകുമ്പോൾ കുറച്ചുകൂടെ എടുക്കാം. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ പുരട്ടി വെച്ചേക്കുക. അത് ഇപ്പൊ അതിലോട്ട് പിടിക്കാതെ ഞാൻ ഫസ്റ്റ് അതിന്റെ ഒരു ഗ്രേവി സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് അത് തുടങ്ങാം. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ 50-50 ബേസിസ്, അതായത് നെയ്യും ഈ പറഞ്ഞ പോലെ സൺഫ്ലവർ ഓയിലോ, ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എണ്ണ ചേർക്കാം കേട്ടോ, നമ്മുടെ വെളിച്ചെണ്ണ. പക്ഷെ ഇപ്പൊ ഞാൻ സൺഫ്ലവറാ ചേർക്കുന്നേ. ഈ ഗ്രേവി ഒന്ന് ആവുന്ന സമയം നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനും കൂടെ നമുക്കൊന്ന് തീ കത്തിച്ചേച്ച് ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കനും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അതിനും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ സൺഫ്ലവർ ഓയിൽ മതി. ഒരുപാട് എണ്ണയിലല്ല, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ചൂടാവുന്ന സമയം ഇപ്പുറത്ത് നമുക്ക് കുറച്ച് കടുക് പൊട്ടാതെ ഒന്നും അടുത്ത് ഇടാൻ ഒക്കത്തില്ല. അപ്പൊ ആ സമയം ഇത് ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ, ഇത് ചീനച്ചട്ടി ഇച്ചിരി കട്ടി കൂടുതലല്ലേ, അന്നേരം ചീനച്ചട്ടി ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ മേത്തോട്ടൊക്കെ ഇനി തെറിക്കാനായിട്ടുള്ള ഇട വരുത്തണ്ട. അപ്പൊ അതിനു മുമ്പ് ഞാനൊന്നും ഇടുക. ഇത് ഇവിടെ കിടന്ന് മൂക്കുന്ന സമയം ഇപ്പുറത്ത് കടുക് പൊട്ടി. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഒരു 2-3 വറ്റല് പൊട്ടിച്ചിടാം. അല്ലാതെ ഇത് ചെറുതായതുകൊണ്ട് അങ്ങനെ തന്നെ ഇടുക. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കറിവേപ്പില, 1.5 ടീസ്പൂൺ ഇഞ്ചി അല്ലേ, അന്നേരം അത് ഇടുക. ഇതിപ്പോ വെളുത്തുള്ളിയാ ഞാൻ ഇടുവാണേ. അതേപോലെ തന്നെ ഇഞ്ചി. ഇതിന്റെ കൂട്ടത്തില് ഒരു 2-3 പച്ചമുളക്. ഇത് രണ്ടായിട്ട് കീറിയിരിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ആകുമ്പോഴത്തേക്ക് ഒരു കണക്കല്ലല്ലോ, 10. അപ്പൊ 5 മുളകായിട്ടേക്കുന്നേ. ഇതൊന്ന് ഇച്ചിരി നല്ലായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ സവാള ഇതിനകത്തോട്ട് ചേർത്തിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റണം. നമ്മൾ തേച്ച് പിടിപ്പിച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ഒരിച്ചിരി മൊരിഞ്ഞേച്ചാൽ മതി, വേറൊന്നും വേണ്ട. കാര്യം എന്തായാലും ഗ്രേവി കിടന്ന് ചിക്കൻ വേവാനുള്ളതാ. അപ്പൊ ഇത്രയും മതി. ഇനി ഇതൊന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറ്റാം, നെക്സ്റ്റ് ബാച്ച് ഇടാം. അപ്പത്തേക്ക് വേണ്ട നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ സവാള ചേർക്കുക. ഇത് മൂത്ത് നല്ല ബ്രൗൺ കളർ ആവണേ. ഇത് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വറുത്ത് പോരാം. ഇത് രണ്ടിനും കൂടെ ആണെങ്കിലുണ്ടല്ലോ സമയം വേണം. ഉള്ളി നല്ല മുരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ ഈ പൊടികൾ ചേർത്തതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി. ഇത്രയും ഇട്ടിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ആ തക്കാളിയും കൂടെ ഒന്ന് ചേർക്കാം. ഓക്കെ, നമ്മുടെ ആ പൊടിയെല്ലാം ഇട്ടേച്ച് അതൊന്ന് മൂത്തു, എണ്ണ തെളിഞ്ഞു. ഇനി എന്നാന്ന് വെച്ചാൽ തക്കാളി അങ്ങ് ചേർക്കാൻ പോവാണ്.
ഈ തക്കാളിയും ഒന്ന് നന്നായിട്ട് ഒന്ന് ഉടഞ്ഞ് അതിനകത്തോട്ട് ഒന്ന് ചേരണം. ഇതിനകത്ത് ഒത്തിരി പണി കൂടുതലല്ല അല്ലെ? അപ്പൊ ഞാൻ ശരിക്കും ആലോചിക്കുമായിരുന്നു, നമ്മള് ഏതൊരു ജോലി എടുക്കുവാണെങ്കിലും അതിന്റെ ഒരു പേഷ്യൻസോടുകൂടി അതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് അതിന് ഇച്ചിരി ക്ഷമയോടുകൂടി അതിന്റെ എന്താ പറയാ കുറച്ച് മെനക്കെട്ടതിന് ശേഷം മാത്രമേ ഏതൊരു സാധനമാണെങ്കിലും സക്സസിലേക്ക് എത്തുള്ളൂ. അപ്പൊ ശരിക്കും ചെട്ടിനാടിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാ. അവരെന്തോ ഒരു മസാല ചേർക്കുന്നുണ്ട്, പക്ഷെ ആ മസാല ഓരോന്നായിട്ട് ചേർക്കുമ്പോഴും അതിന്റെ ആ ഒരു എന്താ പറയാ ക്ഷമയോടുകൂടി തന്നെ നിന്ന് അത്രയും അതിന്റെ ആ കൂടെ നിന്നാലല്ലേ ഒക്കത്തുള്ളൂ. അതിനാ എടുക്കുന്ന സമയം എന്തോരാന്നറിയാമല്ലോ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക. അപ്പൊ ടൊമാറ്റോ ഒന്ന് ഇച്ചിരി വേവാനായിട്ട് സഹായിക്കും. അത് മാത്രല്ല നമ്മുടെ പൊടി ഒന്ന് ഇച്ചിരി വേവണ്ടേ, അതിനും വേണ്ടി നല്ലതാ. കണ്ടോ വെള്ളം ചേർക്കുമ്പോ തന്നെ കണ്ടോ ആ ടൊമാറ്റോ എന്ത് രസമായിട്ട് അങ്ങ് മാഷായി പോയെന്ന് നോക്കിയേ. ഇത് ഇത്രയും മാഷായി കഴിയുമ്പത്തേനും ഉണ്ടല്ലോ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിനകത്തോട്ട് ചേർക്കണം. ഒന്നെങ്കിൽ ഇപ്പൊ ചേർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ ചേർത്തതിന് ശേഷം ചേർക്കാം. പക്ഷെ നമ്മൾ ഈ പേസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് നേരിട്ട് വഴറ്റിയിട്ടില്ല. അപ്പൊ എന്റെ മനസ്സ് പറയുന്നത് എന്നാന്ന് വെച്ചാല് കുറച്ചൊന്ന് ഈ മസാലയുടെ കൂട്ടത്തിൽ ഇച്ചിരി ഒന്ന് വഴന്നാൽ നല്ലതല്ലേ. അപ്പം അതും ഒന്ന് വഴന്ന് എണ്ണ തെളിയുന്ന ഒരു തൃപ്തി മനസ്സിനകത്ത്. അപ്പൊ അതുകൂടെ ഇതിനകത്തോട്ടൊന്ന് ചേർക്കുക. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം വേണം. ഈ മസാലയും കൂടെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിനകത്ത് നിന്ന് വരുന്ന ഒരു മണം, ഒരു ഭയങ്കര നല്ല മണം. ഒന്ന് എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഗ്യാരണ്ടി. എന്നാന്നോ ആ ഇട്ടിരിക്കുന്ന സകല കാര്യങ്ങളും മൂത്തു വെന്തു എന്നുള്ളൊരു നമുക്ക് സമാധാനമുണ്ട്. ഇതിനകത്ത് ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ടോട്ടെ. അതിന്റെ ആ മണം അടിച്ചപ്പോണ്ടല്ലോ എനിക്ക് ആ കറിവേപ്പിലയുടെ ഒരു ഇടാൻ തോന്നിയൊന്നല്ല, പക്ഷെ ആ ഒരു ഫ്ലേവർ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഇത് ഇടാനൊരു ഇഷ്ടം. നമ്മുടെ എണ്ണയൊക്കെ നല്ലതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ചിക്കന് ഇതിനകത്തോട്ട് ചേർക്കുക. പക്ഷെ ഇത് പെരണ്ട പരുവല്ലേ വരുന്നത്, അല്ല നമുക്ക് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ കറിയാ. അപ്പൊ എന്നാന്ന് വെച്ചാൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച്, ചിക്കൻ മുഴുവൻ വെന്തിട്ടില്ല, ഹാഫ് വെന്തിട്ടേ ഉള്ളൂ. അപ്പം ബാക്കിയും കൂടെ വേവണമല്ലോ, അതിനുള്ള വെള്ളം ചേർക്കണം. പിന്നെ ചേർക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കണം. കാര്യം എന്നാന്ന് വെച്ചാല് ഇതിനകത്ത് നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്, അപ്പൊ കുറുകും. അപ്പൊ എന്നാന്ന് വെച്ചാല് പെട്ടെന്ന് കറി കുറുകി കഴിഞ്ഞാല് നമുക്ക് ഈ പറഞ്ഞ പോലെ ചിക്കൻ വേവുകയില്ല. അപ്പൊ ഒരു ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇനിയിപ്പൊ അഥവാ നമുക്കൊരു റോസ്റ്റ് പോലെയാ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ചെറുതീയൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ചെറുതീയൽ ഇട്ടേച്ചാൽ മതി. ഞാനൊരു ഷാലോ ഫ്രൈ ആ ചെയ്തത്. അപ്പൊ ഇപ്പൊ വെള്ളം ഒഴിക്കുമ്പോഴാ ബാക്കി വെള്ളവും കൂടെ ചിക്കനിൽ നൂറുന്നത്. അപ്പം വെള്ളത്തിന്റെ അതായത് ഗ്രേവിയുടെ അളവും കൂടെ നമ്മള് അതെല്ലാം നോക്കിയേച്ചു വേണം നമ്മൾ ചേർക്കാനായിട്ട്. ഇനി ഇതിനകത്ത് വേറെ പണിയൊന്നുമില്ല. ചിക്കൻ ഒന്ന് വേകുക, ഉപ്പ് നോക്കുക, എരി നോക്കുക. നല്ല അപ്പത്തിന്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ഇടിയപ്പത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു വൈറ്റ് റൈസിന്റെ കൂടെ ആണെങ്കിലും ചിക്കൻ ചെട്ടിനാട് കറി ഭയങ്കര ടേസ്റ്റാ. ഉള്ള കറി പറയാലോ. എനിക്ക് ഇന്ന ഞണ്ടിന്റെ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇന്ന് ഈ സ്പെഷ്യൽ വെക്കാൻ കാരണം നമ്മുടെ ഗസ്റ്റ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാ, ചിക്കൻ ചെട്ടിനാട് ഡിഷസ് എന്തെങ്കിലും ചിക്കൻ കറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്ത് തരണേന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്. എന്നാൽ അതിന്റെ എന്താ പറയാ ഒത്തന്റിക് വേയിൽ തന്നെ നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത് ഒരാൾ ആവശ്യപ്പെടുമ്പോൾ എന്നും പറഞ്ഞ് ഞാൻ ബാക്കി ചെയ്തൊന്നും ചീത്തയെന്നല്ല കേട്ടോ. എന്നാലും ഇങ്ങനെയൊന്ന് ചെയ്യാൻ ഒരു സന്തോഷം. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന വേറെ ആരുമല്ല, പ്ലേ ബാക്ക് സിംഗർ അൻവർ സാദത്താണ് ഇന്ന് വരാൻ പോകുന്നത്. അറിയാലോ പുള്ളി ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഒരു ട്രെൻഡ് തന്നെ, അതായത് സ്റ്റേജ് പെർഫോമൻസിലാണെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവന്നു. ഡ്രസ്സിംഗ് വൈസിലാണെങ്കിലും പാടുന്ന രീതിയിലാണെങ്കിലും ഒക്കെ ഒരു ചേഞ്ച് നമ്മളിലേക്ക് എത്തിച്ച ഒരു സിംഗറാണ്. ഓക്കെ, നമുക്ക് അദ്ദേഹത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, മക്കളുടെ കുറെ കാര്യങ്ങൾ വിശേഷങ്ങളും ഒക്കെ അറിയാനുണ്ട്. അത് ഒളി ഉണ്ടായി. ഹാർട്ടി വെൽക്കം. മീശയൊക്കെ പിരിച്ച് എന്നെ പേടിപ്പിക്കാനോ? അല്ല അല്ലേ. അപ്പന്റെ എനർജിയും അപ്പന്റെ പോസിറ്റീവ്നെസ്സും ഒക്കെ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് നല്ലോണം അറിയാം. പക്ഷെ ഞങ്ങൾക്ക് പറയേണ്ട കൊച്ചിനെ കുറിച്ചാ. അപ്പനൊന്ന് കൊച്ചിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഒരു ഇച്ചിരി. കൊച്ചിനെ ഒന്ന് കണ്ടോ? കണ്ടു. ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടണ്ടായോ? പരിചയപ്പെടുത്തണം. ആന്നോ? എന്നാൽ അപ്പനൊന്ന് ഞങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാ. പേര് പറഞ്ഞുതരാം, നസ്രീൻ സാദത്ത് എന്നാണ് പേര്. ബാക്കി കൊച്ചു പറഞ്ഞു. രണ്ടാമത്തെ മകളാണ്.
ഞാനിപ്പം ഡിഗ്രി ലാസ്റ്റ് ഇയർ ഫൈനൽ ഇയർ. ഓക്കെ. കൊച്ച് എന്നാ പഠിക്കുന്നത്? ഡിഗ്രിയിൽ ഏതാ? BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതിന്റെ കൂടെ അപ്പന്റെ പാട്ട് സൈഡിലൂടെ അതും പോകുന്നുണ്ട്, പാട്ടും വയലിനും. വയലിനാ ഭയങ്കര ഇഷ്ടം. വയലിൻ അപ്പൻ ആയിട്ട് പഠിപ്പിച്ചാന്നോ അതോ കൊച്ചായിട്ട് ഇഷ്ടപ്പെട്ട് പഠിച്ചാന്നോ? ഞാൻ അല്ല, കുഞ്ഞിലെ ചേർത്ത്. ആ സമയം ഇഷ്ടമുണ്ടോന്നും അറിയത്തില്ലായിരുന്നു. അപ്പം കൊണ്ടങ്ങ് ചേർത്തു അല്ലേ അപ്പന്റെ ഇഷ്ടത്തിന്? ഒരു കാര്യം കറക്റ്റ് പറഞ്ഞല്ലോ. അതിനാ ബാക്കിയെല്ലാം നുണയാന്നോ കൊച്ചു പറയുന്നത്? അല്ല. എന്നാ പിന്നെ കൊച്ചു പറഞ്ഞു അത് ഭയങ്കര ഒരു ലോങ് സ്റ്റോറിയാണ്. അതെന്നാടാ? ആദ്യം എനിക്ക് ഞാൻ 9 വയസ്സ് മുതലേ പഠിക്കുന്നുണ്ട്. അപ്പം ആദ്യം എന്റെ ഇത്തയാണ് പഠിപ്പിച്ചോണ്ടിരുന്നത്. അപ്പം പുള്ളിക്കാരി ഒന്നാമത്തെ കാര്യം ഡിഫറെന്റ്ലി എബിൾഡാ. അപ്പം പഠിപ്പിക്കുന്ന സ്ഥലത്തുനിന്ന് വീട്ടില് പ്രാക്ടീസും കൂടെ ചെയ്യണം. അപ്പോ വീട്ടിൽ വന്നിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാൻ അറിയാന്നുള്ള ആരെങ്കിലും വേണമല്ലോ. അപ്പൊ അങ്ങനെയാണ് പിന്നെ എന്നെയും കൂടെ കൊണ്ട് ചേർത്തത്. പിന്നെ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിനെയും കൂടെ ചേർത്തു. വെരി ഫസ്റ്റ് റീസൺ ഉണ്ട്, ഓൾറെഡി ഒരു വയലിൻ വാങ്ങിച്ചായിരുന്നു. അപ്പം ആപ്പച്ചിയുടെ ഒരു ഫ്രണ്ട് വേറൊരു വയലിൻ ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ 2 വയലിൻ. അപ്പൊ പിന്നെ വാപ്പച്ചി അങ്ങ് ഉറപ്പിച്ചു എന്തായാലും ഇനി പഠിച്ചേ ഒക്കത്തുള്ളൂ. നമ്മൾ വിചാരിച്ചിട്ട് വന്ന ഒന്നും അല്ല. അപ്പൊ ദൈവം തമ്പുരാനായിട്ട് കൊണ്ട് തന്നതാ. ഇനിയിപ്പോ നിങ്ങൾ എന്തായാലും പഠിച്ചേ പറ്റത്തുള്ളൂ എന്ന് വാപ്പച്ചി അങ്ങ് പറഞ്ഞില്ലയോ? വാപ്പച്ചി ഈ മൂത്താള ഐഡിയ ആണ്, ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി ആണ്. രണ്ടുപേരെയും നമ്മുടെ അമൃത TV പ്രേക്ഷകർക്ക് നല്ലതുപോലെ അറിയാം. രണ്ടുപേരും റെഡ് കാർപ്പറ്റിലൂടെ അങ്ങനെ സുപരിചിതരാണ്. അപ്പൊ ഈ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറെ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ വീട്ടിലും അതേപോലെ ഒപ്പം ചെയ്യിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കാൻ ഒരാള് മസ്റ്റായിട്ട് വേണമെന്നുള്ളൊരു അവസ്ഥ വന്നു. അപ്പൊ ഇങ്ങനെ 2 വയലിൻ കിട്ടി. അപ്പം ഇവളെ പഠിപ്പിക്കാന്ന് വിചാരിച്ചു. ഇവള് പഠിച്ചു. ഇപ്പൊ മൂത്ത മോളുടെ ഗുരു ഇവളാണ്. അത് ശരി, അത്ര മിടുക്കിയായി. പക്ഷെ അത് നല്ലൊരു കാര്യം. മിടുക്കി മാത്രമല്ല, എന്റെ പല പ്രോഗ്രാംസ് എന്റെ കൂടെ വരുന്നു. നല്ല ഷോസ് ഒക്കെ വരുന്നു. രണ്ടുപേരും വരാറുണ്ട്. സത്യം പറയട്ടെ, ഒരു താല്പര്യമില്ലായിരുന്നു ആദ്യം. ഞാൻ അടി കൊടുത്ത് വണ്ടിയിൽ കൊണ്ടുപോയി, അതായത് വീടിന്റെ നടമുതല് അവൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ അടി കൊടുത്ത് നേരെ കയറ്റി. ചെറിയ രീതിയിൽ അറിയാമല്ലോ നമ്മള്. ആ സമയത്ത് ഞാൻ വയലിനൊന്നും പഠിക്കുന്നില്ല. ആ സമയത്ത് ഓക്കൽ പഠിക്കാണ് ക്ലാസിക്കൽ പഠിക്കുന്ന സമയത്ത് വലിച്ചു ഇളുത്ത് ഞാൻ കൊണ്ടുപോയ അവസരങ്ങൾ. ഞങ്ങൾ ഈ കിടന്ന് വിഷ്വൽ ചെയ്യുക കേട്ടോ. ഇതൊക്കെ അതിനെന്ത് എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ അത് അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അന്ന് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയതിന്റെ ഫലമാണ് ഇപ്പൊ അവള്. സത്യം. ഇപ്പൊ ശരിക്കും നിങ്ങൾ അത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നില്ലേ? ആ മ്യൂസിക്കിന്റെ ഒരു മിറക്കിൾ എന്ന് പറയുന്ന ഒരു, നമ്മൾ എന്തോരം അതിലേക്ക് ഇൻവോൾവ് ആവുന്നു എന്നുള്ളത്. അത് ശരിക്കും മ്യൂസിക് ക്യാൻ ഡു മിറക്കിൾസ് അല്ലേ? എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, കുട്ടികൾ നമ്മളെ വഴിക്ക് വരും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. മോനും 3 ആളുണ്ട് എനിക്ക്. 3ാമത്തെ മോനാണ്. മോന് പിയാനോ പഠിക്കാനുണ്ടോ? 9ാം ക്ലാസ് ആയതേ ഉള്ളൂ. അപ്പൊ ഒരു 1-2 വർഷം കഴിഞ്ഞ കുടുംബഗാനമുള്ള നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക്. പക്ഷെ അതൊരു നല്ലതല്ലേ? എനിക്ക് അറിയേണ്ടത് സാർ, സ്റ്റേജിൽ ഒരു ചേഞ്ച് കൊണ്ടുപോകുന്നത് എങ്ങനെയാ? ഞാൻ ആദ്യം മലയാളം പാട്ട് പാടില്ലായിരുന്നു കേട്ടോ. തമിഴ് പാട്ടുകൾ പാടില്ലായിരുന്നു എൻ്റെ ഒരു ജോലി. വെറൈറ്റി എന്നുള്ള നിലക്ക് ഈ വണ്ണാമലൈ പോലുള്ള സിനിമകളൊക്കെ വരുന്ന സമയത്താണ് എൻ്റെ എൻട്രി വരുന്നത്. തമിഴ്നാട്ടിൽ കൂടുതലും ഇവിടത്തെക്കാളും പ്രോഗ്രാം കിട്ടിയിരുന്നത് തമിഴ്നാട്ടിലായിരുന്നു. പിന്നീട് സിനിമകളിൽ എൻട്രി കിട്ടുകയും പിന്നെ മലയാളത്തിൽ കുറേയധികം സിനിമകളിൽ പാടുകയും ചെയ്തു. ഇപ്പം തമിഴും മലയാളവും ഹിന്ദിയും ഒക്കെ ഒരുമിച്ച് പാടാൻ തുടങ്ങി. അങ്ങനെ 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 ഓട്ടോമാറ്റിക്കലി ആയിപ്പോയതാണ് അതൊക്കെ പാട്ടുകൾ. അപ്പനെ വിട്ടുകൊടുക്കല്ലേ? അപ്പന്റെ എനർജിയൊക്കെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന. ഇവർക്ക് വേണ്ടി 10 ഏക്കർ എന്ന് പറഞ്ഞൊരു ബാൻഡൊക്കെ ഇങ്ങനെ രൂപപ്പെടുത്തി. ഇപ്പം ഇവർക്ക് സമയം കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഡിഗ്രി ഒക്കെ പഠിക്കുന്നുണ്ട്. ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ സജീവമാകാം എന്ന് മനസ്സിൽ വിചാരിക്കുന്നു. അപ്പം ഇവർക്ക് വേണ്ടി അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്ത് എല്ലാ നിലക്കും ഇങ്ങനെ വന്നപ്പോ പെർഫോം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വല്ലപ്പോഴേക്ക് ചെറിയ ആൽബംസ് ഇറക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞ അപ്പൻ നമ്മളൊന്നും അറിയാതെ വാപ്പച്ചി നമ്മുടെ മേലിലോട്ട് ഒരു റെസ്പോൺസിബിലിറ്റി പതുക്കെ തരുന്നുണ്ട് ഇല്ലേ? നേരല്ലേ? അപ്പൊ നമ്മൾ അതങ്ങ് ചെയ്തേ ഒക്കത്തുള്ളൂ. അപ്പൊ ഈ ബാൻഡ് ഒക്കെ തന്നു. അപ്പൊ വാപ്പച്ചി തുടങ്ങി ഇനി അത് മാറ്റി നിർത്താൻ. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പം അത് ഇഷ്ടപ്പെടാണ്ട് ചെയ്യുന്ന പോലെ അല്ല, ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി എന്നാന്നറിയോ, അപ്പന്റെ ആ ഒരു എനർജിയും കൂടെ അങ്ങോട്ട് കേറിയാണ്ടല്ലോ, അപ്പനെ കടത്തി വെട്ടാൻ ഇനി എന്നാ വേണം? ഒരു പെർഫോമിംഗ് പവറോട് വരും. അതെ, അത് വരണ്ടേ ഗ്രാജുവലി. ഈ ആരാ അടുത്തിരിക്കുന്നേ, ആരാ അപ്പൻ, ആരാ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അന്നേരം അപ്പന്റെ ആ ഒരു എനർജി ഡെഫിനറ്റ്ലി കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പന്റെ അമ്മയുടെയും ബ്ലെസ്സിങ്സ്, പിന്നെ അപ്പനെ ആരാധിക്കുന്ന എത്രയോ പ്രേക്ഷകർ നമ്മുടെ മലയാളികളുടെ ഇടയിലുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ്സ് എത്ര ആൾക്ക് മോക്ക് കിട്ടാതിരിക്കത്തില്ല, ഡെഫിനറ്റ്ലി. പിന്നെ സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളൊരു പാട്ട് പാടുമ്പോഴേ ഈ ലിറിക്സ് നമ്മൾ വായിച്ചേച്ച് പാടുമ്പോഴാണോ, അതല്ലാതെ അതിന്റെ ഒരു മീനിങ്, എന്റെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് എങ്ങനെയാ സാറ് അത് പെർഫോം ചെയ്യുന്നത്?
ചുമ്മാ ഒരു ഇതുപോലെ പാടുവാന്നോ? ഇപ്പൊ അടിപൊളി പാട്ടുകളായാലും മെലഡി ആയാലും വരികളുടെ അർത്ഥം പ്രത്യേകം ഇന്നത്തെ സംഗീത സംവിധായകർ കൃത്യമായിട്ട് പറഞ്ഞു തരാറുണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിനകത്ത് പാടിയ 4-5 സിനിമകളിൽ എനിക്ക് തോന്നുന്നു 3-4 പാട്ട് മെലഡിയാണ്. പഞ്ചായത്ത് ജെട്ടി എന്നൊരു സിനിമയിൽ ഞാൻ പാടി, അത് രഞ്ജിൻ രാജിന്റെ സംഗീതത്തിൽ പാടിയതാണ്. എല്ലാ പാട്ടും അടിപൊളിയൊന്നുമല്ല, പിന്നെ പാടി ഹിറ്റായത് മൊത്തം അടിപൊളി പാട്ടുകളായിരുന്നു. ജില്ലം ജില്ലാല, അതുകൊണ്ടാണ് സാറിനെ ഞങ്ങൾ ആ കാറ്റഗറിയിലേക്ക് ഷറാബ് പോലെ. ജില്ലം ജില്ലാല ചുമ്മാ മന്ദിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ, നെഞ്ചോരം ഡോലുണ്ട് ചുണ്ടോരം ശീലുണ്ട്, രണ്ടാളും കൂടുമ്പം കൊണ്ടാടണ്ടേ, കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടിത്തപ്പും മുട്ടിച്ചെണ്ടയും കൊട്ടി കാത്തിരിക്കും നേരം വന്ന് ജില്ലം ജില്ലാല. അതിനകത്ത് മെലഡി ഉണ്ട്. അച്ഛാ, ആ ഒരു എനർജി ഭയങ്കര രസാട്ടോ. ഇത് അപ്പന്റെ കൂടെ ഡുവറ്റ് പാടിയിട്ടുണ്ടോ ഏതെങ്കിലും സ്റ്റേജില്? ഇങ്ങനത്തെ ഒക്കെ അടിപൊളി പാട്ടുകളുണ്ടല്ലോ, അപ്പന്റെ കൂടെ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോ അപ്പന്റെ ഒരു റേഞ്ച് ഉണ്ടല്ലോ, അന്നേരം അത് കയറി പിടിക്കാൻ പറ്റും. മാപ്പിളപ്പാട്ട് ഇങ്ങനെ പ്രോഗ്രാംസ് വരുമ്പോ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, സംഗീത പമകര അതുപോലത്തെ പാട്ട് അപ്പന്റെ കൂടെ. ഏതൊരു വയലിൻ നമ്മളത് മാറി മാറി ഞാൻ പറയുന്നതിന് നേരെ സെയിം സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയ ഫ്യൂഷൻ അങ്ങനെ അങ്ങനത്തെ ഒരു ശൈലിയുള്ള സാധനമാണ്. സംഗീതമായിട്ട് രണ്ടുപേരും പാടിയാൽ അതേപോലെ അവള് പാടും. സാറിന്റെ ഈ ഒരു ശബ്ദം മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട് സാർ എന്നതേലും ഒക്കെ അതിനുള്ള ഒന്നുമില്ല, തണുത്ത വെള്ളം മാത്രം കുടിക്കില്ല. ഐസ്ക്രീം പോലുള്ള സാധനങ്ങൾ കഴിക്കുക, തണുത്ത ഫുഡ് മാത്രം ഒഴിവാക്കും. തൈര് കഴിപ്പില്ല. ബാക്കി എല്ലാ ഫുഡും കഴിക്കും. എല്ലാരും പക്ഷെ ഇങ്ങനെ പറയുന്നില്ല, ചിലരൊക്കെ പറയും ഞങ്ങൾ എല്ലാം കഴിക്കും എന്നേച്ചു പാടുവെന്ന്. അല്ല, ഞാൻ തൈരും തണുത്ത ആഹാരം കഴിക്കില്ല. അത് മസ്റ്റാണ് അല്ലേ? തണുത്ത ആഹാരം കൊണ്ട് സാധാരണ മനുഷ്യർക്കും ഒരു ഗുണമില്ലെന്നേ. എന്ത് ഗുണം? ഒരു ഗുണമില്ല. പക്ഷെ ചൂടത്ത് വെച്ചിട്ട് തണുത്ത വെള്ളം കുടിക്കുന്ന ആശ്വാസം അത്ര. അത് കൂടുതൽ കുഴപ്പങ്ങളാണ് സാധാരണ. അത് സത്യവാ. ഉഷ്ണേന ശാന്തി എന്നാ പറയുന്നത്. തണുത്ത ആഹാരം കൊണ്ട് മനുഷ്യന് ഒരു ഗുണമില്ല. സാധാരണ നമ്മളെ റൂം ടെമ്പറേച്ചറിലുള്ള ആ ഒരു ഇതിൽ കഴിച്ചാൽ ഒരു പ്രശ്നമില്ലല്ലോ. അതില്ല, അത് എനിക്ക് കുഴപ്പമില്ല. ചൂട് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ചൂട് ആഹാരം വേണമെന്നോ ചൂട് വെള്ളം വേണമെന്നല്ല, സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള നമ്മളെ പ്രസന്റ് കണ്ടീഷനിൽ ആ ടെമ്പറേച്ചറിലുള്ള ഫുഡ് കഴിക്കാം, ഒരു കുഴപ്പമില്ല. എന്ത് ഫുഡും കഴിക്കും. സർ, ഇത്രയും നാളായിട്ട് സാർ ഈ ഇൻഡസ്ട്രിയിലുണ്ട് ഫോർ ദ പാസ്റ്റ് 35 years, റൈറ്റ്? എത്ര പറഞ്ഞു സാർ? 32 years. ഓക്കെ. സാർ നമ്മുടെ സാർ വന്ന അന്ന് തൊട്ട് ഇതുവരെയുള്ള ചേഞ്ചസ് യു ആർ വാച്ചിങ്. സാർ എങ്ങനെ അതിനെ കാണുന്നത്? അതൊരു എന്താ പറയുക, നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി ആകുന്നത്. ഇനിയും പിന്നെ ആദ്യത്തെ ഒരു 10 വർഷമൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതോടുകൂടി തീരുമായിരിക്കും. പക്ഷെ അതിൽ നിന്ന് എന്താ ഒരു പാഠം ഉൾക്കൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്ന് മനസ്സാഗ്രഹിച്ച രീതിയിലൊക്കെ വരുത്തിപ്പോയപ്പോൾ വീണ്ടും ഒരു 10 വർഷം കൂടെ ഒക്കെ പോയി. അപ്പോൾ വീണ്ടും ഒരു 10 വർഷം കഴിയുമ്പോൾ 20 വർഷമായി. വീണ്ടും വിചാരിച്ചു ഇതങ്ങ് തീരുവോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പക്ഷേ അതിനനുസരിച്ച് മനസ്സിനെ പാകപ്പെടുത്തി എടുത്ത് വരുന്ന ചേഞ്ചസിൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. വീണ്ടും ഒരു 10 വർഷം പോയി. ഇപ്പം 32 വർഷമായി. ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ ഇപ്പം ഞാനൊരു പാചകം വെച്ചാൽ ഈ പഴയ പാട്ടുകളില്ലേ, മറ്റേ ഹിന്ദി പാട്ടുകൾ ഡ്യൂറേഷൻ പോലെയാണ്. ഒരു 7 മിനിറ്റൊക്കെ ഉള്ള പാട്ടുകളാണ്. അപ്പോൾ അത്രയും സാധനങ്ങൾ വേണം നമുക്ക്. ഇന്നത്തെ പാട്ട് 2 മിനിറ്റ് 3 മിനിറ്റിൽ തീരും. ആ സമയം കൊണ്ട് പെട്ടെന്ന് വയ്ക്കുന്ന ഫുഡ് പോലെ ആയി ഇന്നത്തെ പാട്ടും. അപ്പൊ ആ ഒരു എന്ന് പറഞ്ഞിട്ട് പഴയ പാട്ട് നമ്മൾ അതൊക്കെ കുറച്ച് ഡ്യൂറേഷൻ ഉള്ള പാട്ടാണ്. അതുപോലെ ഒരു 7 മിനിറ്റ് വരെ. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാതിരിക്കുന്നോ, ലെങ്ത് കൂടിപ്പോയെന്നോ. അതുപോലെയാണ് എനിക്ക് ഇപ്പൊ ഞാനൊരു ഫുഡ് ഞാൻ വെക്കണമെങ്കിൽ, ഒരു മീൻകറി വെക്കണമെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, കുറെ സമയം പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ അത് നമ്മൾ ആസ്വദിക്കുന്നില്ലേ. അപ്പൊ ഇത് മാറി വന്ന ഒരു ഇതിനനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ മാറി, ഇതുവരെ മാറിയിട്ടുണ്ട്. ഇനിയും കുറച്ചോനെ എനിക്ക് മാറാൻ കഴിയണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ സാർ എപ്പോഴും അപ്ഡേറ്റഡ് ആണ്. ഇതുവരെ അപ്ഡേറ്റ് ആണ്. ഇനി നിൽക്കുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, നിൽക്കുമായിരിക്കും. പിന്നെ ഡെഫിനറ്റ്ലി സാർ ഇത് ഓരോ 10 വർഷം കഴിയുമ്പോഴും സാർ പറയുന്ന ഓരോ കാര്യമാണ്. അപ്പൊ ദൈവതമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ 10 വർഷവും കഴിഞ്ഞല്ലേ പോകുന്നത്. കറക്റ്റാണ്. ഇതുവരെ ഓക്കെയാണ്. ഇനി നമ്മള് ഈ പറഞ്ഞ പഴയ ശൈലിയല്ലല്ലോ. പണ്ട് ഗാനമേളക്ക് പാടലായിരുന്നല്ലോ ഒരു മെയിൻ. ഒരു പാട്ടുകാരുടെ ടാലന്റ് തെളിയണ ഗാനമേളയ്ക്ക് പാടാം.
ഗാനമേളയിൽ സിംഗർ ആവണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാറുണ്ട്. പ്രിപ്പയർ ചെയ്ത് ഞാനൊക്കെ കഷ്ടപ്പെട്ടതുപോലെ ഒരു ഇതില്ലേ. ഈ എത്രയോ ഗാനമേള പ്രോഗ്രാംസ് കേൾക്കാൻ പോയിട്ട് ഈ കീബോർഡൊക്കെ വായിക്കുന്ന ആളാണ് എൻ്റെ മെയിൻ ആളെന്ന് ഞാൻ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ കാലിൽ ചുരണ്ടി എത്രയോ വേദിയിൽ ചുരണ്ടിക്കൊണ്ട് അങ്ങനെ ഒരു സ്റ്റേജിൽ എനിക്ക് അവസരം കിട്ടി. പിന്നെ അത് വെച്ച് ഒരു അവസരം കിട്ടി, പിന്നെ അത് വെച്ച് കയറി. അതായിരുന്നല്ലോ ഒരു ആകപ്പാടെ നമുക്ക് പെർഫോം ചെയ്യുള്ളത്. പിന്നീടല്ലേ ഈ ചാനൽസ് ഒക്കെ വന്ന്, ഏഷ്യാനെറ്റൊക്കെ പിന്നീട് വന്ന് അതിലൂടെ അവസരങ്ങൾ കിട്ടി. റിയാലിറ്റി ഷോ ഒക്കെ വന്ന് എല്ലാം ആസ്വദിച്ചു, എല്ലാം എന്നിട്ട് ഈ ചേഞ്ചസ് ഒക്കെ ആസ്വദിച്ചു. ഇപ്പം ബാൻഡിൽ വന്ന് നിൽക്കാം, ഇപ്പം റാപ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഇപ്പം എൻ്റെ വോയിസിൻ്റെ സ്ഥിതി വെച്ച്, നിലവാരം വെച്ച് അത്തരം സംഗീതം എങ്ങനെ ചെയ്യാൻ പറ്റും, ആ രീതിയിലേക്ക് എങ്ങനെ നമുക്ക് മാറാൻ പറ്റും, എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും, അതൊക്കെ ഇനി ആലോചിച്ചേ പറ്റും. മറ്റ് ഭാഷകളൊക്കെ പാടുമ്പോൾ മറ്റു തമിഴൊക്കെ പാടിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് മലയാളത്തിലാണ് കൂടുതൽ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ബാക്കി ലാംഗ്വേജിലൊന്നും വലിയ. ഏത് ഫിലിമിലെ പാട്ട് പാടിയപ്പോഴാണ് സാറിന് അന്യം ഭാഷ അറിയപ്പെടുന്നത്? അന്യഭാഷ ഞാനിപ്പോൾ ലാസ്റ്റ് ഇപ്പം പാടിയത് KGF ചാപ്റ്റർ 2 മലയാളം വെർഷനിലെ 2 പാട്ട് ഞാനാണ് പാടിയത്. ഞാനാണ് ലീഡ് ചെയ്തത്. ഒരു ഗ്രൂപ്പ് സിംഗിങ് ആണ്. ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ് ഒരുമിച്ച് പാടി. എൻ്റെ ബസ്റൂർ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയി പാടിയതാണ്, മംഗലാപുരത്ത് ബസ്റൂർ എന്നുള്ള സ്ഥലത്ത്. അപ്പോൾ അവിടെ 2 ദിവസം ഈ 5 ലാംഗ്വേജിലെയും സിംഗേഴ്സ് അവിടെ വന്ന് കൂടിയൊരു അവസരം, അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ പരിചയപ്പെടാനും അവരുടെ കൂടെയൊക്കെ ഇതിനൊക്കെ പരിചയപ്പെടാനും അവരോട് സംസാരിക്കാനും അവരുടെ സിംഗിങ് ശൈലി നമ്മൾ കാണുകയാണ്. അവർ പാടുന്നത് ഓരോ ഇപ്പോൾ കന്നഡ പാടുന്നത് നമ്മൾ കാണുന്നു, തമിഴ് പാടുന്നത് നമ്മൾ കാണുന്നു, പിന്നെ ഹിന്ദി എന്നൊരു 7-8 സിംഗേഴ്സ് എല്ലാവരും ഒരുമിച്ച് വിളിച്ച് വരുത്തിയാണ് ഓരോ 2 മണിക്കൂർ വെച്ച് ഓരോ ഭാഷക്കാരെയും പാടി മാറ്റി പോകുന്നു. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? പിന്നെ വലിയ എക്സ്പീരിയൻസ് അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് എനിക്ക് ആപ്പാടെ അറിയുന്നത് മലയാളവും തമിഴുമാണ് സംസാരിക്കാൻ. പക്ഷേ രവി ബസ്റൂർ എന്ന് പറയുന്ന അദ്ദേഹം മ്യൂസിക് ഡയറക്ടർ വളരെ മനോഹരമായിട്ട് തമിഴ് സംസാരിക്കുന്ന എല്ലാം പാടിച്ചു കഴിഞ്ഞിട്ട് പുള്ളിയുടെ അസിസ്റ്റന്റ് എന്നോടൊന്ന് പറഞ്ഞു, അൻവർ ഈ KGF ചാപ്റ്റർ 2 ഈ പാട്ടുകൾ 5 ലാംഗ്വേജിൽ എടുത്തതിൽ 5 ലാംഗ്വേജിൽ എടുത്തതിൽ ഏറ്റവും മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യപ്പെട്ടത് മലയാളം സിംഗേഴ്സ് പാടിയതാണ്. സാർ അങ്ങനെയാണ് സാർ ഇഷ്ടപ്പെട്ടതെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കൂടെയുള്ള മോഹൻ എന്ന് പറയുന്ന ആൾ ഞങ്ങളോടൊന്നും പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഭയങ്കര ഒരു ഇഷ്ടവും ഒരു സ്നേഹവും ഇതൊക്കെ വരും. പുള്ളി 1 മണിക്കൂറിലധികം സമയം തമിഴിൽ തന്നെ എന്നോട് ഇരുന്ന് എല്ലാം കഴിഞ്ഞ് രാത്രി 1 മണിക്കൂർ കുറേയധികം നേരം സംസാരിച്ചു, ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. ഇങ്ങനെ സംഭവങ്ങൾ എന്താ പറയുക, ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ എത്ര ആളുകൾ എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം ഒരു 50-60 സിംഗേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. ഓൾ ഇന്ത്യ. പിന്നെ ഭയങ്കരമായിരുന്നു. ഒരു കാലത്തും ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ ഇനി എപ്പോഴെങ്ങനെ അവസരം കിട്ടുക എനിക്ക് തോന്നുന്നില്ല. പിന്നെ സർ, ഈ ഒരു ജുഗ്നു പറഞ്ഞ ആ പാട്ടുണ്ടല്ലോ, ശരിക്കും ദ ഗ്രേറ്റ് ലെജൻഡ് മോഹൻ സിത്താർ സാറിന്റെ കൂടെ സാർ അത് വർക്ക് ചെയ്ത് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഇടക്കും ലാസ്റ്റും ഒരു സിനിമയിൽ പാടിയിരുന്നു. ഒരു പാട്ടിനെ വിളിച്ച് 2 പാട്ട് പാടിച്ചിട്ട് തന്നെ വിട്ടെ. മോഹൻചേട്ടൻ്റെ കൂടെ എൻ്റെ ഒരു കൂടെ ഉള്ള ഒരു കൂട്ടുകാരനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ആദ്യം പേടിച്ച് ഞാൻ ഓടിക്കളഞ്ഞതാ. ഞാൻ ഗാനമേളയ്ക്ക് പാടിയിട്ട് ഗാനമേളയ്ക്ക് ഞാൻ പാടിക്കൊണ്ട് നടന്നത് തന്നെ ഞാൻ സിനിമയിൽ പാടാൻ മോഹൻ സാറ് പുള്ളിയുടെ സുഹൃത്ത് ഗണേഷ് കുമാർ എന്ന് പറയുന്നത് അദ്ദേഹം വഴി എന്നെ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ഈ ഗാനമേളയ്ക്ക് പാടി ജീവിച്ചാൽ മതി എന്ന് തീരുമാനം എടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഓരോ വർഷങ്ങളും ഓരോ കാലഘട്ടത്തിൽ ഓരോ ചേഞ്ചസ് ഒന്നും പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ഓടിക്കളഞ്ഞ് നേരെ എൻ്റെ 2 സുഹൃത്തുക്കളെ കയ്യിലാണ് ഞാൻ വന്ന് വീണ. ബൈക്ക് നന്നാക്കാൻ പോയി വർക്ക്ഷോപ്പിൽ വെച്ചാൽ മറ്റു ഞാനിങ്ങനെ ചോദിച്ചു, നിനക്ക് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാടാന്ന് അവർ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്, വേറെ എന്തെങ്കിലും ഇല്ല. ഈ മോഹൻ സിത്താര എന്ന് പറഞ്ഞ സംഗീത സമിതി എന്നെ വിളിച്ചു പാടണം പറഞ്ഞു. അപ്പോൾ അവർക്ക് നീ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചവർ അവർക്ക് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല. ഒരടിയും തന്ന് എന്നെ കൊണ്ടുവന്ന് ഓട്ടോയിൽ പിടിച്ച് ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു ഗീത് ഹോട്ടലായിരുന്നു, പഴയ ഗീത് ഹോട്ടൽ, ഇപ്പോൾ പേര് മാറി. എന്നെ വണ്ടി കയറ്റി വിട്ട് സാറിനെ പോയി കണ്ട് ഇതിനോട് തീരുമാനമാക്കിയിട്ട് ഞങ്ങളോട് ഇനി സംസാരിച്ചാൽ മതി. പിണങ്ങി വഴക്കായി, വലിയ വഴക്കായി. സാറ് വേണ്ടാന്ന് പറഞ്ഞാൽ അവര് വിടുന്നു. ഞാൻ പോവാത്തതാ. സാറിനെ പേടിച്ചിട്ടാണോ? എനിക്ക് പേടിയായിരുന്നു. റെക്കോർഡിങ് ഭയങ്കര ഭയമായിരുന്നു. എന്നിട്ട് സാർ അവിടെ ചെന്നിട്ട് സാറിനെ കണ്ടു. അത് പിന്നീടുള്ള വലിയ വിഷയമാണ് കേട്ടോ. ഞാൻ പേടിച്ച് വിറച്ചാൽ സാർ ഇങ്ങനെ ഇരുന്നിട്ട് അന്ന് എനിക്ക് തോന്നുന്നു 1 മാസം 7-8 സിനിമയ്ക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയമാണ്. ഈ ദീപസ്തംഭമൊക്കെ കഴിഞ്ഞ് കറുപ്പിനഴകൊക്കെ ചെയ്ത് കഴിഞ്ഞ സമയത്താണ്.
നീ ഒരു കാര്യം ചെയ്ത് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ ഒരു പാട്ട് പാടി, ഒരു അന്നത്തെ ഏതോ ഒരു തമിഴ് പാട്ടെന്തോ ഞാൻ പാടി. ഒരു കാര്യം ചെയ്ത് നീ ഒരു മെലഡി വരുന്ന ഒരു അടിപൊളി പാട്ട് പാടണം. മെലഡി വരുന്ന അടിപൊളി പാട്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കിളി പറഞ്ഞു എന്ത് ചെയ്യണം എന്ത് പറയണം. പെട്ടെന്ന് ചിന്തിച്ചപ്പോ മെലഡി വരുന്ന അടിപൊളി എന്ത് തനിയേ തനിയേ ഞാൻ കാത്ത് കാത്ത് നിന്റെ ആ പടം ഇറങ്ങിയ ആ സമയത്ത് ഏകദേശം ആ സമയം ആ പാട്ട് പാടി. നീ ഒരു കാര്യം നാളെ അനിയുടെ സ്റ്റുഡിയോയിൽ വാ എന്ന് പറഞ്ഞു. അനി എന്ന് പറയുമ്പോൾ നമ്മുടെ അർജുന മാഷിൻ്റെ മകൻ്റെ സ്റ്റുഡിയോയിൽ വന്നോളാൻ പറഞ്ഞു. ചെന്നു പാട്ടൊക്കെ എടുത്തു. പുള്ളി ഹാപ്പി. വൈകുന്നേരം വരെ എന്നെ പാടിച്ചു. കൂടെ അഫ്സൽ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു എൻട്രി വന്നു. ശരിക്കും അപ്പന്റെ കയ്യിൽ നിന്ന് ഈ കഥകളൊക്കെ ഇപ്പൊ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? കൊച്ചിങ്ങനെ അധികം പറഞ്ഞിട്ടില്ല. അങ്ങനെ ആകാംക്ഷയോടെ ആ കഥയൊക്കെ കേട്ടിരിക്കും. ഞാൻ പറഞ്ഞതാ. അല്ല പക്ഷെ എന്നാലും ഇല്ലേ അതൊക്കെ കേക്ക്. അപ്പൻ കഥകളൊക്കെ പറയത്തില്ല, അപ്പൻ വന്ന വഴിയും ആ ഒരു സ്ട്രഗിളും അല്ല, ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്ക് മോക്കും അതേപോലെ ഹാർഡ് വർക്ക് ചെയ്യാം. ഇപ്പം ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റി കൂടെ ഉണ്ട്, അതിലപ്പുറം വേറെ ഒന്നും ഇല്ല. ബട്ട് സ്റ്റിൽ എന്നാലും ഒരു എന്താ പറയാ ഒരു സ്ട്രഗിൾ ഇല്ലാതെയും ദൈവം ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് എന്റേതായിട്ടുള്ള സ്ട്രഗിൾസ് ഓഫ്കോഴ്സ് നമ്മൾ സ്വന്തമായിട്ടുള്ള ഹാർഡ് വർക്കിനും പഠിച്ചെടുക്കാനുള്ള ഒരു സ്ട്രഗിൾ നമ്മുടെ കയ്യിലുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അപ്പൻ വന്ന ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ യു ആർ ബ്ലെസ്ഡ് ഇല്ലേ? ആ ഒരു സപ്പോർട്ട് ഒരു വഴി കാണിച്ചു കൊടുക്കുന്ന വഴി കൂടെ പോകുന്നുണ്ട്, അത് മതി. അത് നമുക്കില്ലായിരുന്നു അപ്പന്റെ കാലഘട്ടത്തിൽ. ഇന്ന പോലെ സാറിന്റെ കുഞ്ഞുനാള് പോലെ മ്യൂസിക്കിനോട് ഭയങ്കര ഇഷ്ടം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വീട്ടിറക്കം അറിഞ്ഞല്ലോ. പക്ഷെ ഞാനിങ്ങനെ ഈ സ്റ്റേജുകളിൽ ഓടി നടന്നുള്ള ഗാനങ്ങളൊക്കെ കേട്ട് തന്നെയാണ് ശരിക്കും സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ സാറിന് ഒരു ഹരമായിരുന്നു. ഞാൻ ഫ്രണ്ടിൽ ഡാൻസ് ചെയ്യുന്ന പിള്ളേരെ കൂട്ടത്തിൽ ഞാനുണ്ടാവും. അതാ ഞങ്ങളെ സാധാരണ കണ്ടിരിക്കുന്നത്. അല്ല സാറിന് ശരിക്കും അതൊരു ഹരമായി മാറി. ഹരമാണ്. അന്ന് ഈ എന്താ പറയുക രജനീകാന്ത്, കമലഹാസൻ അവരുടെ പാട്ടുകളുടെ ഒരു വലിയ ഒരു സൂപ്പർ ഹിറ്റുകൾ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സമയം. ഈ സിനിമ ഈ ഗാനമേള കേൾക്കാൻ പോകുന്ന ഒരു സമയം. ഗാനമേള വേദികളിൽ പോയി കൂടെ പാടണമെന്നുള്ള ചിന്തയൊക്കെ മനസ്സിൽ ഇങ്ങനെ വന്ന് കയറി. എനിക്ക് ഈ സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടണമല്ലോ, അതിനെന്താണ് വഴിയെന്ന് ആലോചിച്ച് ഇവരെ എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇവരുടെ ഒരു ശ്രദ്ധ പിടിച്ച് പറ്റി കിട്ടി ഞാൻ ഒരു പാട്ടെങ്കിലും പാടാൻ പറ്റുമോ എന്നുള്ളത് ഇങ്ങനെ അങ്ങനെ ഞാനൊരു കാര്യം ചെയ്യട്ടെ സാറിന് ഈ ഓഡിയൻസിലേക്ക് ഇടയിലേക്ക് ഇറങ്ങി അവരെ കയ്യിലെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എപ്പോഴാ തോന്നി? അതുവരെ ആ ഒരു ചേഞ്ച് വന്നിട്ടില്ല. അത് പിന്നീട് ഈ അവസരം കിട്ടിയല്ലോ, പാടാൻ അവസരം കിട്ടിയല്ലോ. പിന്നെ ജൂപ്പിറ്റർ ഓർക്കസ്ട്ര എന്ന് പറഞ്ഞ ഓർക്കസ്ട്രയിൽ സുരേഷ് മോഹൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ, എന്നെ സംബന്ധിച്ചൊരു മഹാനായ മനുഷ്യൻ, അദ്ദേഹം എന്നെ അദ്ദേഹത്തിന്റെ ട്രൂപ്പ് സ്ഥിരമായിട്ട് പാടാൻ വിളിച്ചു. പെർമനന്റ് സിംഗറായി. അതൊരു പിന്നെ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അങ്ങനെ 2 വർഷം അതിൽ പാടി. പിന്നെ മെഗാമിക്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സമിതി രൂപീകരിച്ചു. കുറെ പിള്ളേർ, അന്നത്തെ പിള്ളേർ സെറ്റ് ജീൻസൊക്കെ ഇറങ്ങിയ സമയത്താണ്. ജീൻസ് കൊല്ല പാട്ടൊക്കെ ഇറങ്ങിയ സമയത്താണ്. ആ പാട്ടൊക്കെ ഇറങ്ങിയ സമയത്താണ്. അഭയ് ഷൺമുഖി അമ്പളയ്ക്കും ഷൺമുഖ അതൊക്കെ അങ്ങനെ മെഗാമിക്സ് എന്നൊരു സമിതി രൂപീകരിച്ചു. പിന്നെ എല്ലാ സമിതിക്കാരും, പിന്നെ ഞാനങ്ങ് ഫ്രീലാൻസായി. അത് കഴിഞ്ഞ് ഇത് 2-3 സമിതികളിൽ പാടി ഫ്രീലാൻസ് ആയതിനു ശേഷം എല്ലാ സമിതികളിലും എന്നെ വിളിക്കാൻ തുടങ്ങി. അവരുടേതായിട്ടുള്ള പ്രധാനപ്പെട്ട വേദികളിലൊക്കെ ഇവനെ വിളിച്ച് പാടിക്കാൻ കൊള്ളാം എന്നുള്ളൊരു പരുവം എത്തിച്ചു. ഇങ്ങനെ ഓഡിയൻസിലേക്ക് ഇറങ്ങി തുടങ്ങി. അങ്ങനെ ഇറങ്ങി. പിന്നെ സിംഗിങ് ബേഴ്സ് പോലുള്ള വലിയ സമിതികൾ, ഗോൾഡൻ വേവ്സ് പോലുള്ള അന്നത്തെ വലിയ സമിതികളതാ. അവരെ പരിപാടിക്കൊക്കെ എന്നെ പാടാൻ വിളിച്ചു തുടങ്ങി. പിന്നെ അങ്ങനെ അറിഞ്ഞ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നാഗർകോവിൽ, മാർത്താണ്ഡം, തിരുനെൽവേലി, മധുരൈ, അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ അവിടെയുള്ള ചെറിയ സമിതികൾ, വലിയ സമിതികളൊക്കെ എന്നെ വിളിക്കും. അങ്ങനെ പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും സിനിമയിൽ ഇതുപോലെ അവസരം വന്നു. എനർജി പോയിന്റ് ആണല്ലേ സാറിന് ഇത്രയും എനിക്ക് തോന്നുന്നു അട്രാക്ട് ചെയ്തത്. സ്റ്റേജിൽ വലിയ തരക്കേടില്ലാതെ പെർഫോം ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത്. തരക്കേടില്ല എന്നല്ല, യു ആർ എ ഗുഡ് പേഴ്സൺ ബൈ പെർഫോമൻസ്. അപ്പൊ ഞാൻ എന്റെ ഭാഷണം തരാം. എനിവേ
സർ, ഐ എം സോ ഹാപ്പി. താങ്ക് യു വെരി മച്ച്. മോക്കൊരു നല്ല ഫ്യൂച്ചർ, അപ്പനെക്കാട്ടിലും അപ്പുറം ഒരു പടി മേളി നിൽക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുള്ളൂ. ഒരു ഫെൻഷ്യൂ പക്ഷി പോലെയൊക്കെ അടിച്ച് പറന്ന് പോരട്ടെ അല്ലേ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. ആൻഡ് താങ്ക് യു വെരി മച്ച്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അമ്മയെ കൊണ്ടുവരണം, ചേച്ചിയെ കൊണ്ടുവരണം, അനിയനെ കൊണ്ടുവരണം. ഒരു മ്യൂസിക് അറ്റ്മോസ്ഫിയർ തന്നെ. അപ്പൊ നമുക്ക് ഫുഡ് അല്ല, ഞാൻ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാം. ഇടയ്ക്കിടയ്ക്ക് എന്റെ ഒരു അപശ്രുതിയൊക്കെ കേട്ട് വഴക്കൊക്കെ ഉണ്ടാക്കി നമുക്ക് രസമല്ലേ. പക്ഷെ അതൊക്കെ ഒരു എന്താ പറയാ, ഒരു സന്തോഷം അല്ലേ സർ. എനിവേ, താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മോളെ. താങ്ക് യു. പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ, ഗുഡ് ബൈ.